ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് വിവിധവധവും ബലരാമൻ്റെ ഗോകുല സന്ദർശനവും. നമുക്കറിയാം, ഗോകുലത്തിൽ നിന്നും ഭഗവാൻ യാത്ര പറഞ്ഞ് പോയതിനു ശേഷം ബലരാമനായിക്കോട്ടെ ഭഗവാനായിക്കോട്ടെ ഇതുവരെ ഗോകുലത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇപ്പോൾ ബലരാമൻ ഗോകുലത്തിലേക്ക് പോകുന്ന ആ ഹൃദയസ്പർശിയായ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളുക. രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്ത ഒരു വീരവാനര ശ്രേഷ്ഠനായിരുന്നു വിവിധൻ. അവൻ അശ്വിനി ദേവകളുടെ പുത്രനും സുഗ്രീവൻ്റെ ഭൃത്യനുമായിരുന്നു. ശ്രീരാമചന്ദ്രൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഭഗവാന്റെ ഭക്തന്മാരായ സർവമർക്കടപ്രവരന്മാരും ഭൂലോകവാസം വെടിഞ്ഞു. ഹനുമാൻ, ജാംബവാൻ, വിവിധൻ തുടങ്ങിയ അപൂർവം ചില വാനരന്മാർ മാത്രമാണ് അവശേഷിച്ചത്. ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലമായിട്ടും വിവിധൻ്റെ ജീവിതം അവസാനിച്ചില്ല. ആ കാലഘട്ടത്തിലാണ് ശ്രീകൃഷ്ണനും ജാംബവാനും തമ്മിൽ യുദ്ധമുണ്ടായത്. ആ കഥയൊക്കെ നമ്മൾ പഠിച്ചു. കൃഷ്ണൻ ശ്രീരാമഭദ്രനു ശേഷമുള്ള വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വിവിധൻ ജാംബവാനിൽ നിന്നും അറിഞ്ഞു. ജാംബവാനെ പോലെ ഭഗവാനുമായി യുദ്ധം ചെയ്ത് തനിക്കും ഭഗവാന്റെ പ്രീതി സമ്പാദിക്കണമെന്ന് ആ മർക്കടൻ തീരുമാനിക്കുന്നു. നരകാസുരൻ കൃഷ്ണൻ്റെ പരമശത്രുവായി വർത്തിക്കുന്ന കാലത്ത് അവനുമായി പോരാടുവാൻ എപ്പോഴെങ്കിലും അദ്ദേഹം വരാനിടയുണ്ടാകും എന്ന് വിവിധൻ ധരിക്കുകയാണ്. ഇക്കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് അവൻ ജ്യോതിഷ്മതിയിൽ വന്ന് നരകാസുരൻ്റെ ഒരു വാനര മന്ത്രിയായി സേവിക്കുവാനും തുടങ്ങി. കൃഷ്ണൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നരകാസുരനും കൃഷ്ണനും തമ്മിൽ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ നരകനും മുരനും വധിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ വിവിധൻ ഭയപ്പെട്ട് അവിടെ നിന്നും ഓടി കൃഷ്ണൻ്റെ ബാല്യലീലകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന വൃന്ദാവനത്തിൽ താമസമുറപ്പിച്ചു. അവിടെ കാളിന്തി തീരത്തുള്ള ഒരു കാട്ടിൽ വിഹരിച്ചുകൊണ്ട് അവൻ പല അക്രമപ്രവർത്തികളും കാണിക്കുവാൻ തുടങ്ങി. അതുകണ്ട് ഭഗവാൻ തന്നോട് എതിർക്കുവാൻ വരുമെന്നും അപ്പോൾ തനിക്ക് അനുഗ്രഹം ലഭിക്കുമെന്നായിരുന്നു അവൻ്റെ മർക്കടബുദ്ധിയിൽ തോന്നിയത്. മുനികളുടെ തപസ് മുടക്കുക, സജ്ജനങ്ങളെ പീഡിപ്പിക്കുക, ഭവനങ്ങൾ തീവച്ച് നശിപ്പിക്കുക, സ്ത്രീജനങ്ങളെ അപമാനിക്കുക, കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഗുഹകളിലിട്ട് അടയ്ക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തികളും ആ കുരങ്ങൻ ചെയ്തുകൊണ്ടേയിരുന്നു. 10,000 ആനയുടെ ബലമുള്ള അവനോട് ആർക്കും നേരിട്ട് എതിർക്കാനും ശക്തിയുണ്ടായിരുന്നില്ല. ശിഷ്ടജന പരിപാലനം ചെയ്യുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ അവൻ്റെ ദുഷ്പ്രവർത്തികളെ ജ്ഞാനദൃഷ്ടിയ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ യുഗത്തിൽ അവൻ തൻ്റെ ഒരു ഭക്തനായിരുന്നു. ഈ യുഗത്തിൽ അവൻ ദുഷ്ടത കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നതിനാൽ അവനെ വധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. താൻ തന്നെ തൻ്റെ ഭക്തനെ വധിക്കുന്നതും ധർമ്മമല്ല. ഇങ്ങനെ ഉദ്ദേശിച്ച് ഭഗവാൻ ഗോകുലം സന്ദർശിക്കുവാനുള്ള ഒരാഗ്രഹം ബലരാമനിൽ ജനിപ്പിക്കുകയാണ്. ഒരു ദിവസം ബലരാമൻ ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, ഗോകുലം വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ കാലമായില്ലേ എല്ലാവരെയും കണ്ടിട്ട്? അമ്മയെ കണ്ടിട്ട് ഒരുപാട് കാലമായി. തോഴന്മാരായ ഗോപന്മാരെയും
സ്നേഹമേറിയ ഗോപികളെയും നാം കണ്ടിട്ട് എത്ര കാലമായി. കംസവധത്തിനായി മധുരയിലേക്ക് പോയതിനു ശേഷം നാം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുശേഷം എത്ര വർഷങ്ങളായി. നമുക്ക് ഭാര്യമാരുമായി കുട്ടികളുമായി. ഇങ്ങനെ ബലരാമൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ജ്യേഷ്ഠൻ അങ്ങനെയൊരാഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പോയി എല്ലാവരെയും കണ്ടിട്ട് വരൂ. ഞാൻ അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ചതായി പ്രത്യേകം പറയണം. ഉടൻ തന്നെ അവരെ വന്ന് കാണുമെന്നും പറയണം. ഇതനുസരിച്ച് ബലരാമൻ എല്ലാവരോടും യാത്രയും ചൊല്ലി വൃന്ദാവന ഗോകുലത്തിലേക്ക് യാത്ര തിരിച്ചു. രോഹിണി പുത്രനെ കണ്ട് അത്യാനന്ദത്തോടുകൂടി നന്ദഗോപരും യശോദയും ഓടി അടുത്തു വന്നു. അദ്ദേഹത്തെ ഗാഠം പുണർന്ന് വാത്സല്യപൂർവം ചുംബിച്ചു. രാമനും അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മകനെ, ഞങ്ങളുടെ കൃഷ്ണന് അവിടെ സുഖമാണോ? വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം അവൻ കാണിച്ചതായി കേട്ടു. അവൻ വിവാഹം കഴിച്ചു അല്ലേ? കുഞ്ഞുങ്ങളും ഉണ്ടായി. ഇതെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ പഴയ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണുവാനായി ഇങ്ങോട്ടൊന്ന് വരാൻ അവന് തോന്നിയില്ലല്ലോ. ഇങ്ങനെ യശോദാമാതാവ് സങ്കടത്തോടുകൂടി പറഞ്ഞപ്പോൾ ബലരാമൻ സമാധാനപ്പെടുത്തി. അമ്മേ, അവനവിടെ വലിയ ജോലിയുണ്ട്. അവൻ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. അവൻ ഇവിടെ വന്ന് അമ്മയെയും അച്ഛനെയും ഉടൻ തന്നെ കാണുമെന്ന് പറയണമെന്ന് എന്നോട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ ഇവിടെ വന്ന് എല്ലാവരെയും കാണും. അമ്മ സമാധാനത്തോടു കൂടി ഇരിക്കൂ. ഇങ്ങനെ ബലരാമൻ പറഞ്ഞപ്പോൾ നന്ദഗോപർ ചോദിക്കുകയാണ്, വസുദേവർ ദ്വാരകയിലേക്ക് പോയതിനു ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അച്ഛനും അമ്മയ്ക്കുമൊക്കെ സുഖം തന്നെയല്ലേ മകനെ? രോഹിണി നന്നായിരിക്കുന്നോ? ഇങ്ങനെയൊക്കെ നന്ദഗോപർ ചോദിക്കുകയാണ്. ഉടനെ ബലരാമൻ പറയുന്നു, എല്ലാവരും നന്നായിരിക്കുന്നു. അച്ഛനെയും അമ്മയെയും നിങ്ങളെ എല്ലാവരെയും ഞാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോകാമല്ലോ. ഇങ്ങനെ രാമൻ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. രാമനും യശോദയെയും നന്ദഗോപരെയും അച്ഛനെന്നും അമ്മയെന്നുമായിരുന്നു പണ്ടുമുതലേ വിളിച്ചുകൊണ്ടിരുന്നത്. ഉടനെ നന്ദഗോപർ പറയുകയാണ്, വേണ്ട മകനെ, അതിനുള്ള സമയം വരട്ടെ, അപ്പോൾ ഞങ്ങൾ വന്നുകൊള്ളാം. ഇങ്ങനെ പല വിധത്തിലുള്ള സന്തോഷ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോപികളും ഗോപന്മാരും വന്ന് ബലരാമനെ കണ്ട് തങ്ങളുടെ സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചു. പിന്നീട് അവർ പരസ്പരം പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചു. എല്ലാവരും കൃഷ്ണനെപ്പറ്റി ചോദിച്ചു. ഈ പാവപ്പെട്ട ഗോപികളെക്കുറിച്ച് കാർവർണ്ണൻ വല്ലപ്പോഴും വല്ലതുമെങ്കിലും പറയാറുണ്ടോ? ഞങ്ങളുടെ ഉറികളിൽ നിന്നും പാലും വെണ്ണയും കട്ടുതിന്ന കഥകൾ ഞങ്ങൾ ഇന്നും ഓർമ്മിക്കാറുണ്ട്. കണ്ണൻ്റെ മനോഹരമായ വേണുഗാനം ഞങ്ങൾ എങ്ങനെ മറക്കും രാമ? ഗോപികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബലരാമൻ പറയുകയാണ്, കൃഷ്ണനും നിങ്ങളെ ഒരു ദിവസം പോലും ഓർമ്മിക്കാതിരിക്കുന്നില്ല. നിങ്ങൾ ഒരുമിച്ചുള്ള വൃന്ദാവന ജീവിതം അവന് മറക്കുവാൻ കഴിയുമോ? ഉടനെ ഗോപികൾ ചോദിക്കുകയാണ്, പിന്നെ എന്താണ് കണ്ണൻ ഞങ്ങളെ കാണാൻ വരാത്തത്? ഉടനെ ബലരാമൻ പറഞ്ഞു, വരും, അതിനുള്ള സമയമാകുമ്പോൾ അവൻ വരും. ഇപ്പോൾ അവന് നല്ല ജോലിയുണ്ട്. ഉടനെ ഗോപന്മാരും ഗോപികളും ചോദിക്കുകയാണ്, ഉദ്ധവരെന്ന മഹാനും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞങ്ങളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ മറന്നു, ഞങ്ങൾക്കുറപ്പാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണനെ മറക്കാൻ കഴിയുമോ? അവൻ വലുതായി അല്ലേ? മക്കളും മക്കളുടെ മക്കളുമൊക്കെ ആയെന്ന് കേട്ടു. ഇത് കേട്ടപ്പോൾ വീണ്ടും ബലരാമൻ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അവൻ ഉടനെ തന്നെ വരും. അവൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ പലവിധ സംഭാഷണത്തിനിടയിൽ ഗോപികളുടെ അക്ഷികളിൽ ബാഷ്പം നിറയുന്നത് ബലരാമൻ കണ്ടു. അവരുടെ അല്ലലകറ്റാൻ വേണ്ടി അദ്ദേഹം 2 മാസം ഗോകുലത്തിൽ താമസിച്ച്
അവരെ സന്തോഷിപ്പിച്ചു. ഒരു സുന്ദര വസന്തരാത്രിയിൽ ബലരാമൻ ഗോപരമണികളും ഒരുമിച്ച് വൃന്ദാവനത്തിൽ വിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ മദ്യത്തിൻ്റെ ഒരു ഗന്ധം അദ്ദേഹത്തിൻ്റെ നാസികയിൽ വന്നടിച്ചു. പിന്നെയും പിന്നെയും മദ്യത്തിൻ്റെ മണം മൂക്കിൽ വന്ന് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. എവിടെ നിന്നാണ് ഈ മദ്യഗന്ധം വരുന്നതെന്ന് ബലരാമൻ പരിശോധിച്ചു. ഒരു മരത്തിൽ നിന്നാണ് ഈ മദ്യം ഒഴുകി വീഴുന്നത് എന്നു കണ്ട് അദ്ദേഹം അത് സംഭരിച്ച് തൃപ്തിയാവോളം പാനം ചെയ്തു. ഗോപികൾക്കും കൊടുത്തു. അങ്ങനെ മദ്യലഹരിയാൽ ബലരാമൻ മധുവാണികളുമായി മദം പൂണ്ട് പല ലീലകളും ആടുവാൻ തുടങ്ങി. അങ്ങനെ ക്രീഡിച്ചും രസിച്ചും തന്നെയും മറന്ന് ബലരാമൻ ഗോപസ്ത്രീകളും ഒരുമിച്ചു നേരെ യമുനാ തടത്തിൽ ചെന്ന് കാളിന്തിയിൽ കുളിക്കുവാനായി തീരുമാനിക്കുന്നു. എന്നിട്ട് കാളിന്തിയുടെ അടുത്തു ചെന്നിട്ട് കാളിന്തിയോട് തൻ്റെ അടുത്തേക്ക് വരാനായി ആജ്ഞാപിക്കുന്നു. ഇതെല്ലാം മദ്യം കൊണ്ട് ലക്കുകെട്ട് ചെയ്യുന്ന പ്രവർത്തികളായിരുന്നു. തൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല എന്ന് തോന്നിയതിനാൽ കോപിച്ചുകൊണ്ട് ബലരാമൻ തൻ്റെ ആയുധമായ കലപ്പയെടുത്ത് കാളിന്തിയെ കൊളുത്തി വലിച്ചു. ഈ സമയം കാളിന്തിയുടെ അധിഷ്ഠാന ദേവത പ്രത്യക്ഷപ്പെട്ട് ബലഭദ്രനോട് ക്ഷമാപണം ചെയ്തു. എങ്കിലും കൊളുത്തി വലിച്ചതുമൂലം കാളിന്തിയുടെ ഗതിക്ക് അവിടെ ഒരു വളവ് സംഭവിച്ചു. അതിനുശേഷം രാമനും ഗോപസ്ത്രീകളും യമുനയിലിറങ്ങി ജലക്രീഡകൾ ചെയ്തു. അങ്ങനെ വളരെ നേരം വിഹരിച്ചു. സാക്ഷാൽ കാളിന്തി ദേവിയുടെ കാന്തനായ കാർമുകിൽ വർണ്ണന്റെ ജ്യേഷ്ഠനാണ് രാമനെന്നറിഞ്ഞ് യമുന അദ്ദേഹത്തിന് മനോഹരമായ ഒരു നീലവസ്ത്രവും പച്ചരത്നങ്ങളാൽ പരിശോഭിതമായ ഒരു ഹാരവും സമ്മാനിച്ചു. അവയെ സ്വീകരിച്ച് സന്തോഷവാനായ ബലരാമൻ ഗോപസ്ത്രീകളും ഒരുമിച്ച് ഗോകുലത്തിൽ വന്നു ചേർന്നു. അന്നു മുതൽ ബലരാമൻ ദിവസവും ഗോപസ്ത്രീകളും ഒരുമിച്ച് കാളിന്തി തടത്തിൽ പോയി മദ്യവും ആസ്വദിച്ച് ആനന്ദിക്കുവാൻ തുടങ്ങി. ആ കാലത്ത് വിവിധൻ അതിനടുത്തുള്ള രേവത പർവ്വതത്തിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഒരു ദിവസം മദ്യപാന ലഹരിയിലായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരനായ ബലരാമൻ വൃന്ദാവനത്തിൽ വിഹരിക്കുന്നത് വിവിധൻ കാണുന്നു. ഗോപികൾ ചുറ്റുമിരിക്കുന്നു. നടുവിൽ ബലരാമൻ ഇരിക്കുന്നു. രാമന്റെ മുമ്പിൽ മദ്യക്കുടം. അങ്ങനെ മദ്യലഹരിയാൽ പകുതി അടഞ്ഞ കണ്ണുകളോടുകൂടി ബലരാമൻ ഗോപസ്ത്രീകളോട് പലവിധ തമാശകളും പറയുന്നു. അങ്ങനെ പറഞ്ഞ് ബലരാമൻ ആനന്ദലഹരിയിൽ മുഴുകി ചരിഞ്ഞ് നിലത്തു വീണു. അത് കണ്ട് ഗോപസ്ത്രീകൾ പരിഹാസഭാവത്തിൽ പരസ്പരം നോക്കി മന്ദഹസിച്ചു. ആ സമയം വിവിധൻ അടുത്തുള്ള ഒരു മരത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് താഴത്തേക്ക് ചാടി വീണ് മദ്യക്കുടവും എടുത്തുകൊണ്ട് തിരിച്ച് അവൻ്റെ സ്ഥലത്ത് പോയിരുന്ന് ആ മദ്യം മുഴുവനും പാനം ചെയ്ത് കുടം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു. അർത്ഥനിദ്രയിലായിരുന്ന ബലരാമൻ ഇതറിഞ്ഞു. ഞെട്ടിയുണർന്ന് വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ കുരങ്ങൻ അതിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഗോഷ്ഠികൾ കാണിക്കുന്നു. രാമൻ കുറേ കല്ലുകൾ പെറുക്കി ആ കുരങ്ങൻ്റെ നേർക്കെറിഞ്ഞു. എറിഞ്ഞ കല്ലുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ആ കുരങ്ങൻ ബലരാമൻ്റെ നേർക്ക് തിരിച്ചെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പല്ലുകൾ ഇളിച്ച് ബലരാമൻ്റെ നേരെ ഗോഷ്ഠി കാണിച്ചു. അങ്ങനെ ആ കുരങ്ങൻ പല വൃത്തികേടുകളും ബലരാമനെ കാണിക്കുകയാണ്. അതുകണ്ട് കോപത്തോടുകൂടി ബലരാമൻ ആ കുരങ്ങനെ വധിക്കുവാനായി മുമ്പോട്ട് ചാടി. കബീന്ദ്രൻ ഒരു വലിയ മരം പറിച്ചെടുത്ത് അതുകൊണ്ട് ബലരാമൻ്റെ ശിരസിൽ ഒന്നടിച്ചു. ബലരാമൻ അത് തടുത്തു. തൽക്ഷണം
വിവിധൻ പല പാറക്കെട്ടുകളും പർവ്വതങ്ങളും വൃക്ഷങ്ങളുമൊക്കെ കുത്തിപ്പറിച്ചെടുത്തുകൊണ്ട് രാമന്റെ നേർക്ക് എറിഞ്ഞു. അങ്ങനെ യുദ്ധമായി. ആ യുദ്ധത്തിൽ ബലരാമൻ നിഷ്പ്രയാസം ആ കുരങ്ങനെ വധിക്കുകയാണ്. അങ്ങനെ രാമന്റെ ഭക്തനായിരുന്ന വിവിധൻ മറ്റൊരു രാമന്റെ കയ്യാൽ ജീവിതം അവസാനിപ്പിച്ചു. ശ്രീരാമഭക്തനായിരുന്ന അവൻ ഒരു അസുരനെ സേവിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് സച്ചിന്മയനായ കൃഷ്ണന്റെ കയ്യാൽ മുക്തിപ്രദമായ മരണം അവന് ലഭിക്കാനിടയാകാതെ വന്നത്. എങ്കിലും രാമഭക്തനായ അവന് കൃഷ്ണൻ സൽഗതി പ്രദാനം ചെയ്തു. ഹരേ കൃഷ്ണ. മഹാഭാഗവതത്തിലെ ഈ കഥാഭാഗം എത്ര പേർക്ക് അറിയാമായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇടണം. നിങ്ങൾക്ക് ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടോ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.